നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. വെള്ളാങ്കല്ലൂർ സെന്ററിൽ പട്ടാപ്പകൽ വയോധികനെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി. മഹാത്മാഗാന്ധി സർവകലാശാല സ്കൂൾ ഓഫ് ലിറ്റേഴ്സിൽ നിന്ന് MA മലയാളത്തിൽ 2ാം റാങ്ക് ലഭിച്ച മറ്റത്തൂർ സ്വദേശി K ഹരിതയെ യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാലയുടെ നേതൃത്വത്തിൽ കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു. ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിന്റെയും സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജൂൺ 26 വ്യാഴാഴ്ച ബിരുദദാന ചടങ്ങ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം സെന്ററിന്റെയും NSS IQAC ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ യോഗ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വെള്ളാങ്കല്ലൂർ സെന്ററിൽ പട്ടാപ്പകൽ വയോധികനെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് വെള്ളാങ്കല്ലൂർ സെന്ററിൽ തന്നെയുള്ള സെന്റ് ജോസഫ് ചർച്ചിന് എതിർവശത്തുള്ള കടകൾക്ക് മുന്നിലാണ് സംഭവം. അരിപ്പാലം ചീനക്കുഴി സ്വദേശി ശങ്കരൻ പിള്ളയുടെ മകൻ 65 വയസ്സുള്ള രാജൻ പിള്ളയാണ് മരിച്ചത്. മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കുന്ന ബാബു ചാമക്കുന്ന് എന്ന പേരുള്ള റോഡരികിൽ താമസിക്കുന്നയാളാണ് കൊലപാതകം നടത്തിയത്. ഇയാളെ ഇരിഞ്ഞാലക്കുട പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. മദ്യപിച്ചെത്തിയ രാജൻ പിള്ളയും ബാബുവും തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. കല്ലുകൊണ്ട് അടിയേറ്റു വീണ രാജൻ പിള്ളയെ നാട്ടുകാർ ഇരിഞ്ഞാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഇരിഞ്ഞാലക്കുട പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വരുന്നു. കൊടകര അഴകം യുവജന സംഘം വായനശാലയുടെ നേതൃത്വത്തിൽ കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ S. സുധീർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K. ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ഗേൾസ് സ്കൂൾ പ്രിൻസിപ്പാൾ KK താജുദ്ദീൻ, വായനശാല സെക്രട്ടറി PM സുനിൽകുമാർ, വായനശാല കമ്മിറ്റി അംഗം V. കുമാരി എന്നിവർ സംസാരിച്ചു. നമസ്കാരം. നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ആ വായനാ ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള അസംബ്ലിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ കാര്യം പറയാനുള്ളൂ, നമ്മുടെ ഉള്ള ആ സമയപരിമിതിയിൽ നിന്ന് വായനാശീലം ചെറിയ തോതിലെങ്കിലും ഒന്ന് തുടങ്ങി വയ്ക്കാൻ ഇത്തരം സന്ദർഭങ്ങൾ നമുക്കൊരു പ്രേരണയാകണം. ഞാൻ അന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആ വായനാശീലം ഇല്ലാതെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ആ നഷ്ടപ്പെടുന്ന ലോകം എന്താണെന്ന് നമ്മൾ അറിയില്ല, നഷ്ടപ്പെടുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആ വായനാശീലത്തിലേക്ക് വരുമ്പോഴാണ് ഇത്രയും കാലം ഇത്ര വലിയൊരു വിസ്മയകരമായൊരു ലോകമാണല്ലോ എനിക്ക് നഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ അറിയുക. അപ്പോൾ ആ ഒരു ശീലത്തിലേക്ക് ക്രമേണ വരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുകയാണ്. അഴകം യുവജന സംഘം വായനശാലയുടെ നേതൃത്വത്തിൽ ജൂൺ 19 മുതൽ ജൂൺ 19 എന്ന് പറഞ്ഞാൽ ഗ്രന്ഥശാല സംഘത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന PM പണിക്കരുടെ ചരമദിനം മുതൽ ഗ്രന്ഥശാല പ്രചാരകനും പ്രവർത്തകനും എഴുത്തുകാരനുമൊക്കെ ആയിട്ടുള്ള ശ്രീ IV ദാസിൻ്റെ ജന്മദിനമായ ജൂലൈ 7 വരെ നീണ്ടു നിൽക്കുന്ന വായനപക്ഷാചരണമാണ് വായനശാലകളും സ്കൂളുകളിലൊക്കെ ആയിട്ട് നമ്മൾ ആചരിച്ചു പോരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ തലത്തിലുള്ള തുരുത്തിപ്പറമ്പ് വിനോദ് സ്മാരക ഗ്രാമീണ വായനശാലയിൽ വായനദിനം ആഘോഷിച്ചു. തുരുത്തിപ്പറമ്പ് സെന്റ് പോൾസ് LP സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ആൻസലിൻ വായനദിന സന്ദേശം നൽകി. വായനശാല സെക്രട്ടറി അനു അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക നിലയം പ്രസിഡന്റ് ജിൻസൺ ചാദേലി, ലൈബ്രറിയൻ ഗ്രീഷ്മ വിനോജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾക്ക് പുസ്തകം വിതരണവും അധ്യാപകർക്ക് കാർഷിക വിത്തുകൾ നൽകുകയും ചെയ്തു. സാംസ്കാരിക നിലയം സെക്രട്ടറി നവീൻ, അംഗങ്ങളായ അതുൽ, അഭിമന്യു, ശരണ്യ എന്നിവർ നേതൃത്വം നൽകി. വായിക്കാൻ പറ്റുന്നതുണ്ട്, കഥാപുസ്തകങ്ങളുണ്ട്,
പിന്നെ വേദഗ്രഹങ്ങളുണ്ട്. എത്തിച്ചേർന്നിട്ടുള്ള തിരുത്തക്കുളം സ്കൂളിലെ ഹെഡ് മിസ്റ്റേഴ്സിനും സിസ്റ്റേഴ്സിനും അതേമാതിരി തന്നെ ടീച്ചർമാർക്കും കുട്ടികൾക്കും വിനോദ സ്മാരക ഗ്രാമീണ വായനശാലയുടെ ഹൃദ്യമായ സ്വാഗതം. ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിൻ്റെയും സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജൂൺ 26 വ്യാഴാഴ്ച ബിരുദദാന ചടങ്ങ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചയ്ക്ക് 2:30 സെന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമിയിൽ നടത്തുന്ന ബിരുദദാന ചടങ്ങ് ഇരിഞ്ഞാലക്കുട രൂപതാമെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്യും. ഇരിഞ്ഞാലക്കുട രൂപത വികാരി ജനറൽ റവറൻ മോൺസിഞ്ഞൂർ ജോസ് മാളിയേക്കൽ അധ്യക്ഷത വഹിക്കും. അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ മേഴ്സി PJ, പ്രൊഫസർ ഡോക്ടർ രാജശ്രീ RS എന്നിവർ മുഖ്യാതിഥികളാകും. സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പാൾ ഡോക്ടർ സിസ്റ്റർ ജിജിമോൾ മാത്യു നഴ്സിംഗ് വിദ്യാർത്ഥികൾക്കും സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് പ്രിൻസിപ്പാൾ ഡോക്ടർ K കൃഷ്ണകുമാർ ഫാർമസി വിദ്യാർത്ഥികൾക്കും പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. ചാലക്കുടി സെന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മെഡിക്കൽ അക്കാദമി അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ സിജോ കണ്ണമ്പുഴ, പ്രിൻസിപ്പൽമാരായ ഡോക്ടർ K കൃഷ്ണകുമാർ, ഡോക്ടർ സിസ്റ്റർ ജിജിമോൾ മാത്യു, കോർഡിനേറ്റർ ഡോക്ടർ MP കവിത എന്നിവർ പങ്കെടുത്തു. വരുന്ന 26-ാം തീയതിയാണ് ഗ്രാജുവേഷൻ പ്രോഗ്രാം നമ്മൾ നടത്തുക. മുഖ്യ അതിഥി ഉദ്ഘാടകൻ ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ പോളി കണ്ണൂക്കാടൻ പിതാവാണ്. അന്നേ ദിവസം അതിൻ്റെ അധ്യക്ഷനായിരിക്കുക രൂപത വികാരി ജനറൽ ജോസ് മാളിയേക്കൽ അച്ഛനാണ്. കഴിഞ്ഞ 2021 ബാച്ചിൻ്റെ ഗ്രാജുവേഷൻ പ്രോഗ്രാമാണ് നമ്മൾ നടത്തുക. നല്ലൊരു റിസൾട്ട് നേടാൻ സാധിച്ചു എന്ന കാര്യത്തിൽ ഏറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഒന്ന്, നഴ്സിംഗ് വിഭാഗത്തിൽ നിന്ന് മേഴ്സി PJ അവരെ ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് അവരെ വിളിക്കുന്നുണ്ട്. നമ്മൾ ഇതിന് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിൻ്റെ അസോസിയേറ്റ് പ്രൊഫസർ അക്കാഡമിക് സ്കൂളിൻ്റെ ആയിട്ടാണ് മാഡം പ്രവർത്തിക്കുന്നത്. അപ്പോൾ മാഡം നഴ്സിംഗിൻ്റെ ഒരു നഴ്സിംഗ് ഫെറ്റേണിറ്റിയും കൂടിയാണ്. മാഡമാണ് ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് നഴ്സിംഗ് കോളേജിന് വേണ്ടി വരുന്നത്. 23 വർഷവും PCBSE നഴ്സിംഗ് തുടങ്ങി 13 വർഷവും പിന്നിട്ടിട്ടുണ്ട്. വളരെ പ്രവർത്തന മികവോടെ ഉയർന്ന നിലവാരത്തിലുള്ള നഴ്സിംഗ് വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്നു. മഹാത്മാഗാന്ധി സർവകലാശാല സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ നിന്ന് MA മലയാളത്തിൽ 2ാം റാങ്ക് ലഭിച്ച മറ്റത്തൂർ സ്വദേശി K ഹരിതയെ യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉപഹാരം നൽകി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രതീഷ് പണ്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി നൈജോ ആൻഡോ, കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത്ത് കൈപ്പള്ളി, ബ്ലോക്ക് സെക്രട്ടറി സജീവൻ കൈപ്പള്ളി, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ലിനോ മൈക്കിൾ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിമാരായ ജൈനി സിജോ, സിന്ധു പ്രഭാകരൻ, ആദിൽ ഹുസൈൻ, ജെറിൻ മൽപ്പാൻ, ശിവൻ വാസുപുരം, അനഗ് ജഗ്ജീവൻ, ഏഞ്ചൽ KS എന്നിവർ പ്രസംഗിച്ചു. വാർഡ് പ്രസിഡന്റ് സിബി വാസുപുരം, ദിനേശ് പുതുവത്ത്, രാജേഷ് ജോർജ് തെക്കൻ, അലൂഷ്യ ഗിൽ എന്നിവർ നേതൃത്വം നൽകി. എനിക്ക് തോന്നുന്നു ഇത് വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വീട്ടിൽ നിന്ന് 2 പേര് റാങ്ക് വാങ്ങുക എന്ന് പറയുന്നത് വളരെ അപൂർവമായി സംഭവിക്കുന്നതാണ്. അങ്ങനെ സംഭവിക്കാനിടയായതിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഹരിതയേക്കാളും ഹരിതയുടെ ചേച്ചിയേക്കാളും ഒക്കെ അതിന് കാരണഭൂതരായിട്ടുള്ള 2 പേര് പ്രസാദും സഹധർമ്മിണിയുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും നമുക്ക് പ്രസാദ് ഞാൻ എപ്പോഴും വളരെ ആദരവോടെ ബഹുമാനത്തോടെ അതിനേറെ സ്നേഹത്തോടെ കാണുന്ന ഒരു വ്യക്തിത്വമാണ് പ്രസാദ്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം സെൻ്ററിൻ്റെയും NSS IQAC ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നിവയുടെയും സംയുക്താഭിമുഖ്യത്തിൽ യോഗ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഇൻ്റർനാഷണൽ യോഗ ഡേയുടെ ഭാഗമായി നടന്ന ചടങ്ങ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യോഗ ടീം കോച്ച് ബെന്നി കൊള്ളന്നൂർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യനായ ഹിബ മറിയം ആർട്ടിസ്റ്റ് യോഗ അവതരിപ്പിക്കുകയും യോഗ പരിശീലനം നൽകുകയും ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ യോഗാദിന സന്ദേശം നൽകി. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കരുണ K ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെക്കുറിച്ച് സംസാരിച്ചു. 19-ാം തീയതി മുതൽ NSS വോളണ്ടിയേഴ്സിൻ്റെ നേതൃത്വത്തിൽ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ കുറ്റിക്കാട്, സെൻറ്റ് ആൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാള, BVM ഹയർ സെക്കൻഡറി സ്കൂൾ കൽപ്പറമ്പ്, സെൻറ്റ് ജോർജസ് പരിയാരം എന്നീ സ്കൂളുകളിലെ 1000-ലധികം വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലനം നൽകിയിരുന്നു. NSS പ്രോഗ്രാം ഓഫീസർ K ജയകുമാർ
NSS വോളണ്ടിയേഴ്സ് പാർവതി VR, മിലാന ജയ്സൺ, ഗോപിക മുരളീധരൻ, ആതിര ഷൈജു എന്നിവർ നേതൃത്വം നൽകി. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, നേതാക്കളായ സൂരജ് കുണ്ടനി, KA ഹനീഫ, ഷൈനി ബാബു, സിജിൽ ചന്ദ്രൻ, KV തോമസ്, നൈജോ ആൻഡോ, പ്രതീഷ് ഭണ്ഡാരത്തിൽ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,095 രൂപ, പവന് 72,760 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളാങ്കല്ലൂർ സെന്ററിൽ പട്ടാപ്പകൽ വയോധികനെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി. മഹാത്മാഗാന്ധി സർവകലാശാല സ്കൂൾ ഓഫ് ലിറ്റേഴ്സിൽ നിന്ന് MA മലയാളത്തിൽ 2ാം റാങ്ക് ലഭിച്ച മറ്റത്തൂർ സ്വദേശി K ഹരിതയെ യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കൊടകര അഴകം യുവജന സംഘം വായനശാലയുടെ നേതൃത്വത്തിൽ കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു. ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിന്റെയും സെന്റ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജൂൺ 26 വ്യാഴാഴ്ച ബിരുദദാന ചടങ്ങ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം സെന്ററിന്റെയും NSS IQAC ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ യോഗ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.